ഭക്ഷണമെല്ലാം കഴിഞ്ഞു ഒരു 10-11 മണിയായപ്പോഴേക്കും ഷിപ്പ് നിക്കോബാർ ലക്ഷ്യമാക്കി യാത്രയായി. എല്ലാവരും കിടന്ന് ഉറങ്ങി. രാത്രി ഒരു 12 മണി സമയമായി കാണും. പെട്ടെന്ന് കപ്പൽ മൊത്തത്തിലൊന്ന് ആടി ഒലഞ്ഞു. ഞാൻ അവിടെ എൻ്റെ ക്യാബിനിൽ, ഞാൻ മാത്രമേ ഉള്ളൂ, ക്യാബിനിൽ മുട്ടുമ്പോൾ എന്ന് കൈവിരിച്ച് എൻ്റെ പോക്കറ്റിൽ കൊന്തയെടുത്ത് ഞാൻ കൊന്തയില്ലാൻ തുടങ്ങി. ഞാൻ മാതാവിനോടൊരു കാര്യം ആവശ്യപ്പെട്ടു, അമ്മേ മാതാവേ, ഈ നേരം എന്നെ മരണത്തിൽ വിട്ടുകൊടുക്കരുത്. ഞങ്ങളെല്ലാവരും ക്യാപ്റ്റൻ്റെ മുറിയിൽ ഓടിക്കൂടി. അപ്പോൾ ക്യാപ്റ്റൻ പറഞ്ഞ വാദം ഇങ്ങനെ എപ്പോഴും എൻ്റെ മനസ്സിൽ ഓർമ്മയുണ്ടത്, ഷിപ്പ് വലിയ ഡിപ്രഷനിലേക്ക് കടന്നുപോയി, എൻ്റെ കയ്യിൽ അല്പം കൂടി ഡിഗ്രി ചെരിഞ്ഞിരുന്നെങ്കിൽ കപ്പൽ മുങ്ങുമായിരുന്നു, എൻ്റെ നിയന്ത്രണങ്ങളെല്ലാം കയ്യിൽ നിന്ന് വിട്ടുപോയായിരുന്നു. ഏതോ ഒരു അദൃശ്യ ശക്തി പിടിച്ചു നിർത്തിയ പോലെയാണ് കപ്പൽ നേരെ നിന്നാണ് ക്യാപ്റ്റൻ പറയുന്നത്. ഞാൻ ജോസെറ്റ് മാത്യു, വൈഫിൻ്റെ പേര് ഡോക്ടർ ടെസ്സി, മോളും ഡോക്ടറാണ്. അവളുടെ പേര് ഡോക്ടർ റിയ, ഡോക്ടർ ജയസ് ആണ് അവളെ കല്യാണം കഴിച്ചിരിക്കുന്നത്. അവർക്കൊരു കൊച്ചു മകനുണ്ട്, അവൻ്റെ പേര് ഡെൻസൽ. 2016 നമ്മുടെ കോളേജിലെ പ്രിൻസിപ്പൽ സ്ഥാനത്ത് ഞാൻ റിട്ടയർ ചെയ്തു. ബേസിക്കലി ഞാൻ അഗ്രികൾച്ചറിസ്റ്റാണ്. ആ ഒരു ഫീൽഡ് എനിക്ക് താല്പര്യമുള്ള മേഖലയാണ്. ഞാൻ ഡോക്ടറേറ്റ് ചെയ്തിരിക്കുന്നത് കൃഷി തന്നെയാണ്. എൻ്റെ അധ്യാപക ജീവിതം തുടങ്ങുന്നത് കോഴിക്കോട് സെൻറ്റ് ജോസഫ്സ് കോളേജ്, ദേവഗിരി കോളേജിലാണ്. ആയിരത്തി 1989 ഞാൻ ദേവഗിരി കോളേജിലെ സുവോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ അധ്യാപകനായിട്ട് ജോയിൻ ചെയ്തു. 4 വർഷം അവിടെ വർക്ക് ചെയ്തതിന് ശേഷം ഞാൻ നെടുമുടിയിലേക്ക് വന്നു. 20 വർഷത്തോളം നെടുമുടി കോളേജ് സുവോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ സുവോളജി അധ്യാപകനായിരുന്നു. 2011 നെടുമുടി കോളേജിലെ പ്രിൻസിപ്പലായി. 2016 സർവീസിൽ നിന്ന് പിരിഞ്ഞു. പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹം എപ്പോഴും എന്നും എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നതിൻ്റെ ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. ഞാൻ ജീവിതത്തിൽ ഒരിക്കലും ആഗ്രഹിക്കുകയോ സ്വപ്നം കണ്ട ഒരു മേഖലയായിരുന്നില്ല ഒരു ടീച്ചിങ് പ്രൊഫഷൻ. ദൈവം ആയിട്ട് എന്നെ ഈ പ്രൊഫഷനിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നതാണ്. പ്രത്യേകിച്ച് നെടുമുടി കോളേജ് മാതാവിൻ്റെ പേരിലുള്ള കോളേജാണെന്ന് എനിക്കറിയാം. അവിടെ എന്നെ എത്തിച്ചത് പൂർണ്ണമായിട്ടും പരിശുദ്ധ അമ്മയുടെ ഒരു പദ്ധതിയായിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ തിരിച്ചറിയുകയാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ ഔദ്യോഗിക ജീവിതം തുടങ്ങുന്നത്, ഞാൻ PhD ചെയ്തത്, ഡോക്ടറേറ്റ് ചെയ്തത് സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കൊച്ചിയിലാണ് ചെയ്തത്. അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട് കടലുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ജീവിതമായതുകൊണ്ട് പഠനം കഴിഞ്ഞപ്പോഴേക്കും ഒരു കടലുമായിട്ട് ബന്ധപ്പെട്ടൊരു ജോലി കിട്ടണമെന്നുള്ളത് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു. എന്നാണ് എൻ്റെ ദൈവം അനുഗ്രഹിച്ച് PhD പഠനം കഴിഞ്ഞ പാടെ കൊച്ചിയിൽ തന്നെയുള്ള സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി, അവിടെ ഒരു റിസർച്ച് അസോസിയേറ്റായിട്ട് എനിക്ക് ജോലി കിട്ടുകയാണ്. ജോലി കിട്ടിയപ്പോൾ ഒത്തിരി സന്തോഷമായി. അങ്ങനെ കല്യാണം എല്ലാം കഴിച്ചു. അങ്ങനെ അവിടെ ഒരു 6 മാസം ജോലി മുന്നോട്ട് പോകുമ്പോൾ ഭാരതത്തിൻ്റെ ഗവേഷണ കപ്പലാണ്, ഷിപ്പാണ് സാഗര സമ്പദം. അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു പ്രോജക്റ്റ് കിട്ടി. ആ പ്രോജക്റ്റ് ഇതായിരുന്നു, എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ലിവിങ് റിസോഴ്സസ് ഇൻ ആൻഡ് അറൗണ്ട് ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ്. അങ്ങനെ ആ പ്രോജക്റ്റ് കിട്ടി. ആ പ്രോജക്റ്റ് പഠനത്തിനായിട്ട് ഞാനും എൻ്റെ കൂട്ടത്തിലുള്ള ശാസ്ത്രജ്ഞന്മാരെല്ലാം കൂടി ഈ സാഗര സമ്പദ ഷിപ്പിൽ ചെന്നൈയിൽ നിന്ന് ആൻഡമാൻ നിക്കോബാർ ദ്വീപ് ലക്ഷ്യമാക്കി യാത്രയാവുകയാണ്. ആദ്യത്തെ ഒരു 15 ദിവസം കൊണ്ട് ആൻഡമാൻ ദ്വീപ് ചുറ്റുപാട് ഞങ്ങൾ കവർ ചെയ്തു. സാമ്പിളിംഗ് എല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഷിപ്പ് എല്ലാ വിധത്തിലും സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള മോഡേൺ ഷിപ്പാണ്. ഭാരതം ഡെൻമാർക്കിൽ നിന്ന് വാങ്ങിയ ഷിപ്പാണ്. അന്ന് തന്നെ എല്ലാം കമ്പ്യൂട്ടറൈസ്ഡാണ്. അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും ഡേറ്റ കൊടുത്താൽ മതി, ഡേറ്റ നമുക്ക് കൈ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഞങ്ങളെല്ലാം വളരെ ഒരു 40-50 പേര് ഷിപ്പിലുണ്ട്. ശാസ്ത്രജ്ഞന്മാരും പല തലത്തിലുള്ള ആൾക്കാരുണ്ട്. ഞങ്ങളെല്ലാം വളരെ ജോളിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 1 മാസം കൊണ്ട് ആൻഡമാൻ ദ്വീപ് കവർ ചെയ്തു. ഞങ്ങൾ ഷിപ്പ് ആൻഡമാൻ്റെ തലസ്ഥാനമായിട്ടുള്ള പോർട്ട് ബ്ലെയർ അടുപ്പിച്ചു. പിന്നെ 2 ആഴ്ച കാലത്തോളം ഞങ്ങൾക്ക് വിശ്രമത്തിൻ്റെ സമയമായിരുന്നു. ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ആൻഡമാൻ മുഴുവൻ ഞങ്ങൾ നടന്ന് കണ്ടു. അങ്ങനെ കഴിഞ്ഞിട്ട് ഒരു ദിവസം വൈകുന്നേരം ആയപ്പോഴേക്കും ഞങ്ങൾ നിക്കോബാറിൽ ലക്ഷ്യമാക്കിയിട്ട് പുറപ്പെടുകയാണ്. എല്ലാവരും വൈകുന്നേരം ഷിപ്പിൽ കയറി. ഭക്ഷണമെല്ലാം കഴിഞ്ഞു ഒരു 10-11 മണിയായപ്പോഴേക്കും ഷിപ്പ് നിക്കോബാർ ലക്ഷ്യമാക്കി യാത്രയായി. എല്ലാവരും കിടന്ന് ഉറങ്ങി. രാത്രി ഒരു 12 മണി സമയമായി കാണും. പെട്ടെന്ന് കപ്പൽ മൊത്തത്തിലൊന്ന് ആടി ഒലഞ്ഞു. അപ്പോൾ ആദ്യം ഞങ്ങൾക്കൊരു കൗതുകമായിട്ടാണ് തോന്നിയത്. എഴുന്നേറ്റു. ചുറ്റും നോക്കുമ്പോഴേക്കും നമ്മുടെ മുറിക്കകത്ത് ക്യാബിനകത്ത് ക്യാപ്റ്റൻ്റെ റൂമിനായിട്ട് ബന്ധപ്പെടുന്ന സ്പീക്കറുണ്ട്. ആ സ്പീക്കറിലൂടെ ഇങ്ങനെ ഒരു അനൗൺസ്മെൻറ്റ് വന്നു, നമ്മുടെ ഷിപ്പ് ഒരു ഡിപ്രഷനിലേക്ക് കടന്നിരിക്കുകയാണ്, ആരും ഭയപ്പെടേണ്ടതായിട്ടൊന്നുമില്ല, അത് പോയിക്കോളെന്ന് പറഞ്ഞു.
പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കടൽ വളരെ റഫാകുന്നതായിട്ടും കപ്പലിങ്ങനെ ആടി ഉലയുന്നതായിട്ട് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. കപ്പലിൻ്റെ ആടൽ കുറച്ച് കഴിയും തോറും കൂടിക്കൂടി വരികയാണ്. വീണ്ടും വീണ്ടും ക്യാപ്റ്റൻ്റെ അറിയിപ്പ് വരുന്നുണ്ട്, ഷിപ്പ് അല്പം കൂടി അപകടകരമായ തലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, എല്ലാവരും തയ്യാറായിട്ട് മുറിക്കകത്തൊക്കെ ഇരിക്കുക. അപ്പോൾ ഞങ്ങൾക്ക് ട്രെയിനിങ് കിട്ടാറുണ്ട്, എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ലൈഫ് ബോട്ടിൽ കയറി രക്ഷപ്പെടുന്ന ട്രെയിനിങ്ങൊക്കെ തന്നിട്ടുണ്ട്. പക്ഷെ എന്തായാലും കുറച്ച് ഒരു മണി 2 മണിയായപ്പോഴേക്കും ഷിപ്പിൻ്റെ ആട്ടത്തിന് കുറവൊന്നും വരുന്നില്ല. ഷിപ്പ് ഇങ്ങനെ വല്ലാണ്ട് ആടി ഒളിഞ്ഞു തുടങ്ങി. അന്നേരം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോഴേക്കും ഭയങ്കര പേമാരി ആഞ്ഞടിക്കുന്നുണ്ട്, ഭയങ്കര കാറ്റുമാണ്. അന്നേരമാണ് ക്യാപ്റ്റൻ വീണ്ടും പറയുന്നത്, നമ്മൾ തീർച്ചയായിട്ടും വലിയൊരു അപകടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്, എല്ലാവരും സ്വസ്ഥമായിട്ട് ഇരിക്കുക, പുറത്തേക്ക് ആരും ഇറങ്ങരുതെന്ന് പറഞ്ഞു. ഞാൻ അന്നേരവും അതിൻ്റെ ഗൗരവം മനസ്സിലാക്കുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും അനൗൺസ്മെൻറ്റ് വന്നു. ആ നേരം കൊണ്ട് ഛർദ്ദിച്ച് വശം കെട്ട് ക്ഷീണിച്ചു അവസരമായെല്ലാം മാറി. ക്യാപ്റ്റനെ അറിയിപ്പ് ഓരോന്ന് വന്നുകൊണ്ടിരിക്കുമ്പോഴും നമ്മൾ വീണ്ടും അപകടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. രക്ഷപ്പെടാൻ കഴിയാത്ത വിധത്തിൽ കപ്പൽ മുങ്ങുന്ന അവസ്ഥയിലേക്ക് പോകുന്ന അവസ്ഥയാണ് ക്യാപ്റ്റൻ്റെ അറിയിപ്പ് വരുന്നത്. ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഞങ്ങൾ എല്ലാ വർഷവും തന്നെ ഞങ്ങളുടെ പിതാവ് ഇച്ചാച്ചൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഞങ്ങളെ കൊണ്ട് വേളാങ്കണ്ണി പോകുമായിരുന്നു. പള്ളിയുടെ അവിടെ മ്യൂസിയം അതൊക്കെ ഉണ്ട്. അവിടെ ഇങ്ങനെ വേളാങ്കണ്ണി മാതാവ് കടലിൽ പോകുന്നവരെയൊക്കെ അപകടത്തിൽപ്പെടുന്നവരെ അത്ഭുതകരമായി രക്ഷപ്പെടുത്തിയ ചില സംഭവങ്ങളൊക്കെ അവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. ഞാൻ അവിടെ എൻ്റെ ക്യാബിനിൽ ഞാൻ മാത്രമേ ഉള്ളൂ. ക്യാബിനിൽ മുട്ടുമ്പോൾ നിന്ന് കൈവിരിച്ച് എൻ്റെ പോക്കറ്റിൽ കൊന്തയെടുത്ത് ഞാൻ കൊന്തയില്ലാൻ തുടങ്ങി. ഞാൻ മാതാവിനോടൊരു കാര്യം ആവശ്യപ്പെട്ടു, മാതാവേ ഈ നേരം എന്നെ മരണത്തിൽ വിട്ടുകൊടുക്കരുത്, എനിക്ക് ജീവിക്കാൻ ആഗ്രഹമുണ്ട്. ഞാൻ ഇങ്ങനെ മുട്ടിപ്പോയി പ്രാർത്ഥിക്കുകയാണ്, കൈവിരിച്ച് നിന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ പ്രാർത്ഥിച്ച് രാത്രി നേരം വെളുത്തൊരു 3-4 മണിയായി. അന്നേരമാണ് ഷിപ്പ് പതുക്കെ നേരെ നിൽക്കുന്നത്, ആട്ടം നിന്ന് നേരെ നിൽക്കുന്നത്. നേരം വെളുത്ത് 6 മണിയായി. ഞങ്ങളെല്ലാവരും ക്യാപ്റ്റൻ്റെ മുറിയിൽ ഓടിക്കൂടി. അപ്പോൾ ക്യാപ്റ്റൻ പറഞ്ഞൊരു വാദം ഇങ്ങനെ എപ്പോഴും എൻ്റെ മനസ്സിൽ ഓർമ്മയുണ്ടത്, ഷിപ്പ് വലിയ ഡിപ്രഷനിലേക്ക് കടന്നുപോയി, എൻ്റെ കയ്യിൽ അല്പം കൂടി ഡിഗ്രി ചെരിഞ്ഞിരുന്നെങ്കിൽ കപ്പൽ മുങ്ങുമായിരുന്നു, എൻ്റെ നിയന്ത്രണങ്ങളെല്ലാം കയ്യിൽ നിന്ന് വിട്ടുപോയായിരുന്നു, ഏതോ ഒരു അദൃശ്യ ശക്തി പിടിച്ചു നിർത്തിയ പോലെയാണ് കപ്പൽ നേരെ നിന്നാണ് ക്യാപ്റ്റൻ പറയുന്നത്. മാതാവിന് ഞാൻ നന്ദി പറഞ്ഞു. ഷിപ്പിന് കുറച്ച് കേടുപാടൊക്കെ സംഭവിച്ചു. നിക്കോബാറിലേക്കുള്ള ഞങ്ങളുടെ യാത്ര നിർത്തിയിട്ട് തിരിച്ചു പോരാൻ ഞങ്ങൾക്ക് ഓർഡർ കിട്ടി. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ചെന്നൈ വന്നു. ചെന്നൈയിൽ നിന്ന് എറണാകുളത്തെത്തി. എറണാകുളത്ത് വന്നു, അവിടെ ഓഫീസ് റിപ്പോർട്ട് ചെയ്തിട്ട് ഞാൻ പെട്ടെന്ന് വീട്ടിലേക്ക് പോരുകയാണ്. ഈ യാത്രയിലുടനീളം എൻ്റെ മനസ്സിൽ ഈശോയോടും മാതാവിനോടും ഔസേപ്പിതാവിനോടും ഞാൻ മുട്ടിപ്പാട്ട് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിക്കുന്ന വേറൊന്നുമല്ല, എനിക്ക് വലിയൊരു ആഗ്രഹവും സ്വപ്നമായിരുന്നു കടൽ ജീവിതം എൻ്റെ. പക്ഷേ ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുന്നത് അങ്ങനെ ആയിരുന്നില്ല. കടലിലെ ജീവിതം എനിക്ക് വേണ്ട, കരയിലെ ഏത് ചെറിയൊരു ജോലി പോലും തന്നാൽ ഞാൻ സന്തോഷത്തോടെ സ്വീകരിച്ചു കൊള്ളാം, അത് ഞാൻ ജീവിച്ചോളാം എന്നിങ്ങനെ മാതാവിനോടെ നിരന്തരമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ വന്ന ഇവരെല്ലാം കാര്യങ്ങളൊക്കെ പറഞ്ഞു. തിരിച്ച് എറണാകുളത്തേക്ക് പോകുമ്പോഴെല്ലാം ഞാൻ സ്ഥിരമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, എനിക്ക് കരയിൽ എന്തെങ്കിലും ഒരു ചെറിയ ജോലി മാതാവ് തരണം, അത് മതി, കടലിലെ ജീവിതം എനിക്കിനി വേണ്ട. അങ്ങനെ ഞാൻ തിരിച്ച് 1 മാസം കഴിഞ്ഞിട്ട് ഞാൻ എറണാകുളത്ത് ഓഫീസിലെത്തി. എന്നെ മുറി കയറിയപ്പോഴേക്കും മേശപ്പുറത്ത് ഇങ്ങനെ കുറേ പോസ്റ്റ് വന്നതെല്ലാം നിരത്തി കിടക്കുന്നുണ്ട്. ഒരു ലോങ് എൻവലപ്പ് എന്നെ കണ്ണിപ്പെട്ടു. അതിൽ വളരെ പരിചയമുള്ളൊരു കൈപ്പടയാണ് എഴുതിയിരിക്കുന്നത്. അത് പെട്ടെന്ന് എടുത്ത് ഞാനത് ഓപ്പൺ ചെയ്ത് വായിച്ചു. അപ്പോൾ ആ സംഭവം വന്നിരിക്കുന്നത് കോഴിക്കോട് ദേവഗിരി കോളേജിൽ നിന്ന്. ഞാൻ പഠിച്ചത് അവിടെയാണ്, പ്രീ ഡിഗ്രിയും BSc MSc എല്ലാം അവിടെയാണ് പഠിച്ചത്. ആ കോളേജിലെ മാനേജറുണ്ട്, ഫാദർ തോമസ് കിഴിഞ്ഞടി അച്ഛൻ. അച്ഛൻ്റെ ഒരു ലെറ്ററാണ് വന്നിരിക്കുന്നത്. ലെറ്ററിൻ്റെ കണ്ടൻറ്റ് ഇങ്ങനെയാണ് പറയുന്നത്, ഉള്ളൊക്കെ എങ്ങനെയാണ്, ഇവിടെ ജോസേട്ടെ തനിക്കെന്തോ ജോലി കിട്ടി ഇവരൊക്കെ ഞങ്ങൾ അറിഞ്ഞു, പക്ഷേ നമ്മുടെ കോളേജിൽ നിന്നും ദേവഗിരി കോളേജിലെ സുവോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു വേക്കൻസി വന്നിട്ടുണ്ട്, തനിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അച്ഛനെ കൂട്ടത്തിൽ എനിക്കൊരു ആപ്ലിക്കേഷൻ ഫോം വെച്ചിട്ടുണ്ട്, ഞാൻ ഇതിനോടൊപ്പം ഒരു ആപ്ലിക്കേഷൻ ഫോം വെക്കുന്നുണ്ട്, താൻ ഈ ഫോം വേഗം ഫില്ലപ്പ് ചെയ്ത് ഉടനെ തന്നെ കോളേജിൽ എത്തിക്കാമെന്ന് പറഞ്ഞു. എന്നാണെങ്കിലും ഞാൻ അപ്പം തന്നെ ലീവ് എടുത്ത് കോഴിക്കോട്ടേക്ക് വന്നു. ഈ ഫോം ഫില്ലപ്പ് ചെയ്ത് മാനേജർ അടുത്ത് കൊണ്ട് കൊടുത്തു, തിരിച്ചു പോയി. എന്താണേലും 1 മാസത്തിനകം കോളേജിൽ ഇൻ്റർവ്യൂവിന് വിളിച്ചു. ദൈവം അന്വേഷിച്ച് ആ ജോലിയിൽ നിന്ന് ഞാൻ റിസൈൻ ചെയ്ത് വന്ന് കോഴിക്കോട് സെൻറ്റ് ജോസഫ്സ് കോളേജ് ദേവഗിരി കോളേജിൽ ഞാൻ സുവോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ ജൂനിയർ ലെക്ചറായിട്ട് ജോയിൻ ചെയ്തു. അതങ്ങനെ 89 മുതൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. 89, 90, 92. അപ്പോൾ ആ കാലഘട്ടത്തിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റി നിലവിൽ വന്നിട്ടില്ല. കൂത്തുപറമ്പ്, മാനന്തവാടി ഈ ഭാഗങ്ങളിലുള്ള കോളേജുകളെല്ലാം തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലാണ്. അപ്പോൾ എല്ലാ വർഷവും പ്രാക്ടിക്കൽ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നിന്നാണ് അധ്യാപകർ ഈ കോളേജിലേക്ക് വരുന്നത്. നെടുമുടി കോളേജിൽ 1992 ഞാൻ എക്സാമിനറായിട്ട് വരികയാണ്. ബഹുമാനപ്പെട്ട ജോൺ ജോർജ് വാടകപ്പള്ളി അച്ഛനാണ് പ്രിൻസിപ്പാൾ. അച്ഛനെ കണ്ട് പരിചയപ്പെട്ടു. ഞാൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോകാമെന്ന് പറഞ്ഞു. ഞാൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോയി. അങ്ങനെ 3 ദിവസം ഡിപ്പാർട്ട്മെൻറ്റ് പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. 3-ാം ദിവസം പരീക്ഷ കഴിയുന്ന ദിവസം ഒരു ഉച്ച കഴിഞ്ഞ് സെഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ വരാന്തയിൽ കൂടി വന്നിട്ട് എന്നെ ഇങ്ങനെ കൈ കാണിച്ച് വിളിച്ചു. എന്നെ പറഞ്ഞു, പരീക്ഷ കഴിഞ്ഞിട്ട് എന്നെ കണ്ടിട്ടേ പോകാവുള്ളതെന്ന് പറഞ്ഞു. എന്നാണ് ഞാൻ പരീക്ഷ കഴിഞ്ഞു അച്ഛൻ്റെ ഓഫീസിൽ ചെന്നു. അച്ഛൻ എന്നോട് വളരെ സ്നേഹപൂർവ്വം അവിടെ സ്വീകരിച്ചിരുത്തി ഒരു ചായയൊക്കെ തന്നു. ഞങ്ങൾ ഒരുപാട് പിന്നെ കൂടുതൽ ഡീറ്റെയിലായിട്ട് അച്ഛൻ കണ്ടിട്ടുണ്ട്, അധികം പരിചയമില്ല എനിക്ക്. ഞങ്ങൾ വളരെ വിശദമായിട്ട് പരിചയപ്പെട്ടു. അവസാനം അച്ഛൻ എന്നോട് മുമ്പിലൊരു
കാര്യം പറയുകയാണ്. സാറേ, ഒരു കാര്യം ഞാൻ സീരിയസ് ആയിട്ട് പറയുകയാണ്, സാറത് ഗൗരവത്തോടെ കേൾക്കണം. നിർമ്മലഗിരി കോളേജിൽ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലൊന്നും തന്നെ, സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിലൊന്നും തന്നെ PhD ഉള്ള ഡോക്ടറേറ്റ് ഉള്ള അധ്യാപകരില്ല. സാറിൻ്റെ വീട് ഇവിടെ അടുത്തല്ലേ, ഞങ്ങളിവിടെ ഒരു വേക്കൻസി വന്നാൽ സാർ ഇങ്ങോട്ട് വരാൻ താല്പര്യമുണ്ടെന്ന് ചോദിച്ചു. എനിക്ക് ഒത്തിരി സന്തോഷമുള്ള കാര്യം, എൻ്റെ നാട്, എൻ്റെ രൂപതയുടെ കോളേജാണ്, ഒത്തിരി സന്തോഷമുള്ള കാര്യമാണെന്ന് പറഞ്ഞു. എന്താണേലും സംഗതി 2 ആഴ്ചക്കുള്ളിൽ പത്രത്തിലൊരു പരസ്യം വന്നു, നിർമ്മലഗിരി കോളേജ് സുവോളജി ഡിപ്പാർട്ട്മെൻറ്റ് ലീവ് വേക്കൻസി. ഞാനവിടെ അപ്ലൈ ചെയ്തു. അവിടെ നിർമ്മലഗിരി കോളേജ് ജോലിക്ക് കയറി. 92 മുതൽ ഇങ്ങോട്ടേക്ക് ഞാൻ അവിടെ സുവോളജി അധ്യാപകനായിരുന്നു. 2011 മാനേജ്മെൻറ്റ് എന്നെ കോളേജിൻ്റെ പ്രിൻസിപ്പാളുമാക്കി. 2016 പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്ന് ഞാൻ റിട്ടയർ ചെയ്തു. ഞാനിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ കാണുന്ന ചിത്രം ഇതാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഒരു വലിയ ഇടപെടലുകളുണ്ട്. വലിയ വലിയ റെക്കമെൻഡേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ടാകും. പലപ്പോഴും ജോലിക്ക് വേണ്ടിയിട്ടോ പഠനത്തിന് വേണ്ടിയിട്ടൊക്കെ റെക്കമെൻഡേഷൻ കിട്ടിയിട്ടുണ്ടാകും. എൻ്റെ ജീവിതത്തിൽ ഞാൻ കാണുന്ന ഏറ്റവും വലിയ റെക്കമെൻഡേഷൻ, മുങ്ങാൻ പോകുന്ന ഷിപ്പിൽ കിടന്ന് ഞാൻ കരഞ്ഞ് നിലവിളിച്ച് കൊന്ത കയ്യിലെടുത്ത് മുട്ടുമെന്ന് പ്രാർത്ഥിക്കുമ്പം മാതാവ് എൻ്റെ പ്രാർത്ഥന കേൾക്കുകയായിരുന്നു. മാതാവ് വന്ന് ഔസേപിതാവിനോട് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടാവും. ഔസേപിതാവേ, അങ്ങയുടെ സ്ഥാപനത്തിൽ, ദേവരി കോളേജ് നമുക്കറിയാം, സെൻറ്റ് ജോസഫ്സ് കോളേജ് ദേവരിയാണ്, അങ്ങയുടെ സ്ഥാപനത്തിൽ അവനൊരു വേക്കൻസി കൊടുക്കുക, എനിക്ക് അവനെ കൊണ്ട് ആവശ്യമുണ്ട്, ഭാവിയിൽ ആവശ്യമുള്ളപ്പോൾ ഞാൻ അവനെയും കൊണ്ട് കൂട്ടിക്കൊള്ളാമെന്ന് പറഞ്ഞു. എന്നാണെങ്കിലും ദേവരി കോളേജിൽ എനിക്കൊരു അവസരം കിട്ടി. ഞാൻ പഠിച്ച കോളേജിൽ തന്നെ എൻ്റെ ഗുരുനാഥന്മാരോടൊപ്പം അവിടെ പ്രവർത്തിക്കാൻ പറ്റി. 1992 അമലോത്ഭവ മാതാവിൻ്റെ പേരിലുള്ള നിർമ്മലഗിരി കോളേജിലേക്ക് ജോയിൻ ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹം എന്തുമാത്രം ഉണ്ടായിരുന്നുള്ള എന്താ പറയുന്ന മാതിരി ദൈവസ്നേഹം വർണ്ണിച്ചിട്ട് എൻ്റെ ജീവിതത്തിൽ വാക്കുകൾ പോരാത്ത അവസ്ഥയാണ്. മാതാവിൻ്റെ അനുഗ്രഹത്തിന് മുമ്പിൽ എന്നും ഞാൻ നന്ദിയുള്ളവനായിരിക്കും. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.